അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ രാവിലത്തെ ദോശയ്ക്കുള്ള കറിയാണ് കേട്ടോ. അപ്പം ലിവറാണത്. ലിവർ കൊണ്ട് കറി. അതിലേക്കുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അപ്പം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തീമൊക്കെ ഉണ്ടാക്കണം. ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കറിൽ ലിവർ ഇടുന്നു. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എത്ര കഴുകിയാലും ഉണ്ടാവും ചെറിയൊരു ചോരത്തെ കളറ്. ലിവറായതുകൊണ്ട് പ്രത്യേകിച്ചും ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ലിവർക്ക് ഇടാനുള്ള സാധനങ്ങൾ വലിയുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, 2 പച്ചമുളക്. അങ്ങനെ കേട്ടോ. കറണ്ട് പോയിന് പിന്നെ വന്നു. അതെല്ലാം കൂടി ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് കേട്ടോ. ചെറിയ ഉള്ളി കുറവായതുകൊണ്ടാണ് ഞാൻ വലിയുള്ളി. അങ്ങനെ ഇതിലേക്ക് ഇടുന്ന ചെറിയ ജീരകം, ഉലുവ, വലിയ ജീരകം, കുരുമുളകാണ് അതിൽ ഏറ്റവും നല്ല പ്രധാനം. കുരുമുളകും ചെറിയ ഉള്ളി. അങ്ങനെ ലിവർ വെക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. കുരുമുളക് ഇടുക, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ല തിരുമ്മുക. എല്ലാം തിരുമ്മി കൂട്ടി യോജിപ്പിച്ച് വെക്കുക. വെള്ളം പിന്നെ ഒരു തുള്ളി കുടഞ്ഞു വെക്കാൻ മതി. അങ്ങനെ നോക്കുന്നു. ഉണ്ടാക്കിയ റവയുണ്ട് കേട്ടോ. ഒക്കെ മരുന്ന് കുടിക്കുന്ന പോലായിട്ട് ഗ്യാസിൻ്റെ ഗുളിക കഴിച്ച് രാവിലെ ഒന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിന്നാണ്ട് റവയുണ്ട്. ഈ ദോശൻ്റെ ചൂടാണ്. ലിവർ തീമച്ചിട്ടുണ്ട്. രാവിലത്തെ അതിലേക്ക് ചായക്ക് കടിക്ക് കറി. അങ്ങനെ ദോശയും ബീഫ് ലിവർ ഇതിൽ തൂമ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ ഇട്ടിച്ചതാണ്. പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് കണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ചായ കുടിക്കുകയാണ്. ചിഞ്ചു വാ ഇടുവാ. ചിഞ്ചു വേണ്ടാ, വേഗം പാടാ. ഇപ്പം വരും കേട്ടോ. ഓനെ വരുന്നുണ്ട്. ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. മണികളൊക്കെ കിളുങ്ങുന്നുണ്ട്. എടാ നാ ചിഞ്ചു. വന്നു ഞങ്ങളെ നായകൻ. ഇതാ വരുന്നേ. നീ കയറിക്ക. നീ കയറാ. അതാ അങ്ങനെ കയറി. എന്ത് അനുസരണമാണ് ഞങ്ങളെ കുട്ടിക്കുന്ന, ഞങ്ങളെ ചിഞ്ചുമോനെ. അത് എന്ത് അനുസരണമാണ് ഞങ്ങളെ മണിക്കുന്ന. ഈടെ വലിച്ചിരിക്ക. അവിടെ അണ്ണാറക്കണ്ണല്ല. അതിൻ്റെ ശബ്ദം കേട്ടിട്ട് ആ മൂല പോയി ഇരിക്കുകയാണ് കേട്ടോ. അണ്ണാറക്കണ്ണൻ. ഓനെ പിടിച്ചോ. എന്നാ ശരി.